6ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് ഒഴിവായി, ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോക്ക് ശിർക്കാകും. അവിടെയൊന്നും മൗലിദില്ല കേട്ടോ. സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട്. അവിടുത്തെ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലും മക്കത്തും മദീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാകുന്നെന്ന് പേര് പറയും കേട്ടാ. പോകുമ്പോ ചെല്ലിയ മദർ മൗലിദ് വരുമ്പോക്ക് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോക്ക് ചെറുക്കാവും. എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഈ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലുള്ള സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ മേലെ ഖുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നവവി റഹിമഹുള്ളയുടെ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിലും അത്യാദിയുള്ള സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാവോ? അല്ല, അത് കളവായിട്ടല്ല. ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ ഖുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട്, വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണം ഏറ്റെടുത്തപ്പോൾ കെട്ടിപ്പൊക്കിയ മുഴുവൻ ഖബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഉറപ്പല്ലേ? ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഒന്നുമില്ല. എന്തേ? ഓൻ എന്നെ കുറച്ച് നേരത്തെ ഓൻ്റെ ഏട്ടൻ പോയിട്ട് ഫുള്ള് ഫുഡ് കാലിയാക്കിയിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ